ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വേക്കൻസിയാണ്. 4500ഓളം വേക്കൻസി ഉണ്ട്. 4500 വേക്കൻസി. നമ്മുടെ കേരളത്തിൽ തന്നെ 116 വേക്കൻസി ഉണ്ട്. ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേരളത്തിലെ വേക്കൻസിയും അത് ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര അലോക്കേഷനാണ് ആ വേക്കൻസിയിലുള്ളത്, ആ 116 അവർ ഓരോ ഡിസ്ട്രിക്റ്റിലുമായിട്ട് ഉപയോഗിച്ചിരിക്കും. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പോൾ അതെത്രയാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഗ്രാജുവേറ്റിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് മാത്രം മതി. അതുപോലെ തന്നെ പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രഷറായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അതാ നോട്ടിഫിക്കേഷനിൽ ഞാൻ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, നോ റിക്വയർഡ് എക്സ്പീരിയൻസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് 116 വേക്കൻസി നമ്മുടെ കേരളത്തിലുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ കേരളത്തിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ വേക്കൻസി ആണെന്ന്. എറണാകുളത്ത് നിങ്ങൾക്ക് 11 വേക്കൻസി ഉണ്ട്, ഇടുക്കി 4 വേക്കൻസി ഉണ്ട്, കണ്ണൂർ 5 വേക്കൻസി ഉണ്ട്, കാസർഗോഡ് 1 വേക്കൻസി ഉണ്ട്, കോട്ടയം 9 വേക്കൻസി ഉണ്ട്, കോഴിക്കോട് 4 വേക്കൻസി ഉണ്ട്, മലപ്പുറം 3 വേക്കൻസി ഉണ്ട്, പാലക്കാട് 5 വേക്കൻസി ഉണ്ട്, തൃശ്ശൂർ 10 വേക്കൻസി ഉണ്ട്, വയനാട് 4 വേക്കൻസി ഉണ്ട്, ആലപ്പുഴ 8 വേക്കൻസി ഉണ്ട്, കൊല്ലം 16 വേക്കൻസി ഉണ്ട്, പത്തനംതിട്ട 16 വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരം 20 വേക്കൻസി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വേക്കൻസിയുടെ അലോക്കേഷൻ ഓരോ ഡിസ്ട്രിക്റ്റിലും അനുസരിച്ച്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് 4500 വേക്കൻസീസ് ആണ്. വേക്കൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റേറ്റ് വൈസ് അക്രോസ് ആൾ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇവിടെ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ എത്ര, മഹാരാഷ്ട്രയിൽ എത്ര, ബീഹാറിൽ എത്രയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ 110, 116 ഉണ്ട്. ആ ഒരു അലോക്കേഷൻ 116-ന്റെയാണ്. ഇവിടെ ഞാനിത് നിങ്ങളോട് പറഞ്ഞ് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ എത്രയൊക്കെ വേക്കൻസി ആണെന്ന്. ദ മെയിൻ എലിജിബിലിറ്റി, നിങ്ങൾക്ക് എന്തൊക്കെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം, അതാണ് മെയിൻ എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ആർ ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഏജ് ജനറലി ബിറ്റ്വീൻ 20 തൊട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ ഓൺ ദ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. NATS-ലാണ് നിങ്ങൾ, NATS പോർട്ടലിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. നോളജ് ഓഫ് ദ ലോക്കൽ ലാംഗ്വേജ്, ഇതും മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ്, നിങ്ങളുടെ പരീക്ഷ മലയാളത്തിലായിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും. ഇവർ പറയുന്നുണ്ട് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ മലയാളത്തിലാണ് പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പഠിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ മലയാളത്തിൽ, നമ്മുടെ മെയിൻ ലാംഗ്വേജ് മലയാളമായിരുന്നു. ആ ഒരു ബെനിഫിറ്റ് കൊണ്ട് നമുക്ക് ഈ ലോക്കൽ ലാംഗ്വേജിന്റെ പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ബെനിഫിറ്റ് ആണ് ഇത്, നമുക്ക് മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻ വരുന്നു, മലയാളത്തിൽ നമുക്ക് ടെസ്റ്റ് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മലയാളത്തിലാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് നോ പീരിയഡ് വർക്ക് എക്സ്പീരിയൻസ് റിക്വയർഡ്. നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസും ഇവിടെ വേണ്ട. നമുക്കപ്പോൾ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ പോകാം. നോട്ടിഫിക്കേഷനിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ കരിയർ വിത്ത് അസ് എന്നുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറണ്ട് വേക്കൻസീസ് പോവുക. ഇത് സെൻട്രൽ ബാങ്കിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കറണ്ട് വേക്കൻസിയിൽ പോവുക. കറണ്ട് വേക്കൻസി പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതിൽ കിട്ടും. ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഓൺ നാറ്റ്, നിങ്ങൾ രജിസ്ട്രേഷൻ നാറ്റിലൂടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പറയുന്നുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് 12/6/26. ക്ലോസിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ 22/6 വരെ, 22 ജൂൺ വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ നോക്കുക. ഇവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നോട്ടിഫിക്കേഷനിലേക്കാണ് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഫോർ ദ എൻഗേജ്മെന്റ് അപ്രന്റീസ് അണ്ടർ ദ അപ്രന്റീസ് ആക്ട്. നിങ്ങൾ 12 മാസത്തേക്കുള്ള 1 വർഷത്തേക്ക് അപ്രന്റീസ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും പേടിക്കല്. ഈ അപ്രന്റീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരീക്ഷ വരെ എഴുതി അപ്രന്റീസിന്റെ ആ കോഴ്സിന് പോകണോ, ട്രെയിനിങ്ങിന് തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. നമ്മൾ പൈസ കൊടുത്ത് പഠിച്ച്, നമ്മൾ എന്തുവരെ ഇവിടം വരെ പഠിച്ചതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്താണ് പഠിച്ചത്. ഇത് നമുക്ക് മാസം 15,000 രൂപ അവർ ഇങ്ങോട്ട് തന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ട്രെയിനിങ് തരുന്നത്. പഠിപ്പിക്കുകയല്ല, നമുക്ക് ജോലി ചെയ്യുവാനുള്ള കഴിവുണ്ടാക്കി തരിക. ബാങ്ക് സെക്ടറിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിന് ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങൾ ജോലിയുള്ളവരാണെങ്കിൽ ജോലി ഉപേക്ഷിച്ച് ഈ ഒരു വർക്കിലേക്ക് വരല്ലേ. നിങ്ങൾ ജോലിയില്ല, നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ ഒരു ബാങ്കിന്റെ ഏത് കാര്യത്തിന്, നിങ്ങൾ ബാങ്കിന്റെ ഏത് വേക്കൻസി വന്നാലും അതിനകത്ത്
ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ബാങ്ക് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വർഷത്തെ നമുക്ക് 15,000 രൂപ മാസം നമുക്ക് തന്നിട്ട് നമ്മളെ ഒരു വർഷത്തെ നമുക്ക് അപ്രന്റീസ്ഷിപ്പിന്റെ ആ ഒരു നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകരിക്കുന്ന കാര്യമാണ് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ. അതുകൂടാതെ നമുക്ക് ബാങ്കിന്റെ പ്രൊസീജിയർ, അവരുടെ വർക്ക് എന്താണ്, അതിന്റെ പ്രൊസീജിയർ എന്താണ്, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ വീടിനടുത്ത്, നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്, നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് 15,000 രൂപ തന്ന് നിങ്ങളെ ജോലി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്യുക, ബാങ്കിന്റെ വർക്ക് പ്രൊസീജിയർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ജോലി ഇല്ലാത്തവര് നിങ്ങൾ ഇത് വിട്ടുകളയില്ല, നിങ്ങൾ ഇതിനെ പുച്ഛിച്ച് തള്ളല്ലേ. ഓപ്പണിംഗ് ഡേറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ 12 ജൂണിലാണ് ഇത് സ്റ്റാർട്ടായി, ഇന്നലെ സ്റ്റാർട്ടായി. ക്ലോസിംഗ് ഡേറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ 22 ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത. നിങ്ങൾക്കൊരു പേയ്മെന്റ് ചെയ്യണം. ആ പേയ്മെന്റ് ആർക്കൊക്കെ ഏത് കാറ്റഗറി വരും, അല്ലെങ്കിൽ എത്രയൊക്കെ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് താഴെ ഇവരുടെ കാണിക്കുന്നുണ്ട്. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇത് മൊത്തം നിങ്ങൾ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആകണമെന്നേ ഉള്ളൂ. ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആസ് ഓൺ 31 May 2026 പറയുന്നത്. കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ് ഓൺ NHC പോർട്ടൽ എലിജിബിൾ ടു അപ്ലൈ. മിനിമം നിങ്ങൾ NHC 1 ടൈം OTPയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. മിനിമം നിങ്ങൾക്ക് 20 വയസ്സായിരിക്കണം. മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഡിഗ്രി ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് സ്റ്റഡി യൂണിയൻ, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പീരീഡ് ഓഫ് എൻഗേജ്മെന്റ് ഷാൽ ബി ഓഫ് 12 months. നിങ്ങൾക്ക് 12 months അപ്രന്റീസ്ഷിപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ്. ഇനി ഇവിടെ റിലാക്സേഷന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, ആപ്ലിക്കബിൾ ആസ് പെർ ദ റിസർവേഷൻ ടേബിൾ. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ ഉണ്ട്. അതർ ബാക്ക്വേർഡിന് 3 വർഷത്തെ ഉണ്ട്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി PWBD UR EWS 10 വർഷമുണ്ട്. PWBD OBCക്ക് 13 വർഷമുണ്ട്. PWBD SC STക്ക് 15 വർഷമുണ്ട്. അതായത് നിങ്ങൾ അംഗവൈകല്യമുള്ളവർക്ക് UR EWSന് 10 വർഷം, OBCയിൽ അംഗവൈകല്യമുള്ളവർക്ക് 13 വർഷം, SC STക്ക് 15 വർഷം. വിഡോസിനുണ്ട്, ഡൈവേഴ്സ് ആയിട്ടുള്ളവർക്ക് കിട്ടും. ഡൈവേഴ്സ് വുമൺ ആൻഡ് വുമൺ ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ദ ഹസ്ബൻഡ് ടു ഹാവ് നോട്ട് റീമാരീഡ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ മാരീഡ് ചെയ്തിട്ടില്ലാത്ത അത് കണക്കുള്ള ലേഡീസിന് ഏജ് കൺസെഷൻ അപ് ടു ദ ഏജ് ഓഫ് 35 years വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. EWS ഉള്ളവർക്ക് 28 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ. OBC SC STക്ക് 40 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി ഇവിടെ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. റിസർവേഷന്റെ കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഓൺലൈൻ എക്സാം ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്, ഇത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ലോക്കൽ ലാംഗ്വേജിന്റെ കാര്യമാണ് പറയുന്നത്. കാൻഡിഡേറ്റ് അപ്ലൈ ഫോർ ട്രെയിനിങ് സീറ്റ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഷുഡ് ബി പ്രൊവിഷ്യൻഡ് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിന്റെ പ്രൊവിഷൻസ് നമുക്കുണ്ടായിരിക്കണമെന്ന്. ഫൈനൽ സെലക്ഷൻ ഏതൊക്കെ തരങ്ങളിലാണ് നിങ്ങളെ ഫൈനൽ സെലക്ഷൻ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. മീറ്റിംഗ് ദ കട്ട് ഓഫ് മാർക്ക് ഓൺ ദ ഓൺലൈൻ എക്സാമിനേഷൻ ടു ബി ഡിസൈഡ് ബൈ ദ ബാങ്ക്. നിങ്ങളുടെ ആ മാർക്ക് നോക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓഫ് ദ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യും. ക്വാളിഫൈങ് ദ ടെസ്റ്റ് ഓഫ് ദി സ്പെസിഫൈഡ് ലോക്കൽ, നിങ്ങളുടെ സ്പെസിഫൈഡ് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അത് പാസ്സായിരിക്കണം. നമ്മൾ 10ഉം 12ഉം ഒക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ടെസ്റ്റ് എഴുതേണ്ട കാര്യമില്ല. സ്റ്റൈഫൻഡ് ഇവിടെ പറയുന്നുണ്ട്. ഇത് അപ്രന്റീസ് ആർ എലിജിബിൾ ഫോർ എ സ്റ്റൈഫൻഡ് ഓഫ് ₹15,000 പെർ മന്ത് ഫോർ ദ എൻഗേജ്മെന്റ് പീരീഡ് ഓഫ് 1 year. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള കാലാവധിയാണ്. അതായത് ആപ്ലിക്കേഷൻ ഫീസ് ചാർജസ് ഇവിടെ പറയുന്നുണ്ട്. ജനറൽ EWS OBCയുടെ നിങ്ങൾക്ക് 600 രൂപയാണ്. ഇന്റിമേഷൻ ഫീസ് നിങ്ങൾക്ക് 200 രൂപയാണ്. ടോട്ടൽ ഫീസ് 800 രൂപ. ജനറൽ EWS OBCക്ക് നിങ്ങൾക്ക് 400, 200, 600 രൂപയുള്ളൂ. SC STക്ക് 200 രൂപയേ ഉള്ളൂ. അത് കണക്ക് തന്നെ PWD എനി കാറ്റഗറിക്ക് നിങ്ങൾക്ക് 200 രൂപയുള്ളൂ. ട്രാൻസ്ജെൻഡറിനും 200 രൂപയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം ഞാൻ അതുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള അതുകൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം നിങ്ങൾ അവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ നോട്ടിഫിക്കേഷനിൽ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ സ്റ്റുഡന്റിൽ നിങ്ങൾക്ക് റെഗുലർ സ്റ്റുഡന്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഉണ്ട്. സ്റ്റുഡന്റ് ലോഗിൻ നിങ്ങൾ ചെയ്യില്ല. സ്റ്റുഡന്റ് രജിസ്ട്രേഷനിൽ വരണം. രജിസ്ട്രേഷൻ വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ വാലിഡ് പേഴ്സണൽ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ ഫോർ KYC വെരിഫിക്കേഷൻ, ക്വാളിഫൈങ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇത്ര ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ആധാറിന്റെ ID ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ES ചെയ്യുക. ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറായിട്ട് മാത്രം നിങ്ങൾ ES ചെയ്യുക. ES ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് ഇവിടെ സ്റ്റുഡന്റിന്റെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇവിടെ ക്യാപ്ച ചെയ്യണം.
സ്റ്റുഡൻറ് ഇമെയിൽ കൊടുക്കണം, സെൻഡ് OTP, രണ്ടിലും സെൻഡ് OTP ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് OTP വരും. ആ OTP ഇട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ബാക്കി അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.